നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. സൂരജ് മരുതിയാട്ട് രചിച്ച കുലയോഗി പുസ്തക പ്രകാശനം സംസ്കൃതി വിദ്യാപീഠത്തിൽ സംഘടിപ്പിച്ചു. ആചാര്യത്രയപുരത്തിൽ നിന്നും കുളത്തൂർ സ്വാമിനി ചിദാനന്ദപുരി പുസ്തകം ഏറ്റുവാങ്ങി പ്രകാശനം ചെയ്തു. പേരാമ്പ്രയിൽ കഴിഞ്ഞ 12 വർഷമായി പ്രവർത്തിച്ചുവരുന്ന സംസ്കൃതി ആധ്യാത്മിക വിദ്യാപീഠത്തിന്റെ നേതൃത്വത്തിൽ സൂരജ് മരുതിയാട്ട് എഴുതിയ കുലയോഗി എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം സംസ്കൃതി ഓഫീസ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു. ഉഷാ ബാലഗോപാലിന്റെ പ്രാർത്ഥനയോടെയാണ് പരിപാടിക്ക് തുടക്കമായത്. സംസ്കൃതി പ്രസിഡന്റ് വിജയൻ മാസ്റ്റർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് സ്വാമിനി ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പകർന്നു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനം എന്നുള്ള നിലയ്ക്ക് ഈ ആധ്യാത്മിക വിദ്യാ കേന്ദ്രം ഇവിടെ ആരംഭിക്കുകയാണെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും പല പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളും ഇവിടെ സ്വാഗത ഭാഷണത്തിൽ പരാമർശിക്കപ്പെടുന്നതായി നമുക്കറിയാം. നമ്മുടെ സമൂഹത്തിൽ അച്ഛനമ്മമാർ ഏറ്റവും ഭീതിയോട് കൂടിയിട്ട് ഉത്കണ്ഠയോട് കൂടിയിട്ട് കഴിയുന്ന കാലമാണ്. കാരണം ഏതൊക്കെ കെണികളിലാണ് നമ്മുടെ കുട്ടികൾ പോയിട്ട് വിടുക എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. പല കെണികളും ഉണ്ട്. ഇത് മയക്കുമരുന്നിൻ്റേത് മാത്രമല്ല, സൈബർ ലോകം എന്ന് പറഞ്ഞാൽ ഇന്നെല്ലാവർക്കും കൈകളിൽ കൊണ്ട് നടക്കാൻ പറ്റുന്ന അല്ലെ, വീട്ടിൽ മുറിയടച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഇപ്പോൾ പ്രൈവറ്റ് റൂമുകളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വീടുകളിൽ. അതിനുള്ള സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ആചാര്യ ത്രൈപുരം ഗോപാലകൃഷ്ണൻ മാസ്റ്ററിൽ നിന്നും കൊളത്തൂർ അദ്വൈതാശ്രമം സ്വാമിനി ശിവാനന്ദപുരി പുസ്തകം ഏറ്റുവാങ്ങി. സംസ്കൃതിയെക്കുറിച്ച് ബാലഗോപാലൻ മാസ്റ്റർ വിശദീകരണം നടത്തി. ശിവൻ പാർവതിക്ക് നൽകുന്ന ഒരു ഉപദേശമാണ് ഇതിൻ്റെ അന്തസ്ഥാനം. പാർവതി ചോദിക്കുന്ന സംശയങ്ങൾ ശിവൻ അത് ഓരോന്നോരോന്നായിട്ട് വിവരിച്ചു കൊടുക്കുന്നതാണ് ഇതിൻ്റെ ഉള്ളടക്കം. കുലയോഗി, യോഗം എന്നുള്ള പദത്തിന് ചിത്തവൃത്തി നിരോധ യോഗ എന്ന് പറയുന്നത്. അതുപോലെ ഭഗവത്ഗീതയിൽ അപ്രാപ്യസ്യ പ്രാപണം യോഗ, പ്രാപ്തസ്യ രക്ഷണം ക്ഷേമ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചന്ദ്രൻ ഭാരത്, ഷീജാബായി എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സാമീപ്യം കൊണ്ട് പ്രകാശനം ചെയ്യാൻ സാധിച്ചതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്, സന്തോഷമുണ്ട്. എന്തായാലും ഈ പുസ്തകത്തെക്കുറിച്ച് ഞാൻ 2 വാക്ക് പറയാൻ ഉദ്ദേശിക്കുകയാണ്. ആത്മീയതയെക്കുറിച്ച്, ഭാരതീയ ആത്മീയതയെക്കുറിച്ച് ഞാനിവിടെ എൻ്റെ പുസ്തകത്തെ അടിസ്ഥാനമാക്കി 2 വാക്ക് പറയുകയാണ്. നമ്മളിപ്പോൾ ആത്മീയത, നമ്മൾ ഈശ്വരനെ വിശ്വസിക്കുന്നത് പലരും പല തരത്തിലായിരിക്കും. നമ്മുടെ മാനസികത തലം എന്താണോ അതിനനുസരിച്ചാണ് നമ്മൾ ഇവിടെ ആത്മീയത അല്ലെങ്കിൽ ഈശ്വര വിശ്വാസം നമുക്കുള്ളത്. നമ്മൾ ചിലപ്പോൾ ഈശ്വരനെ ആരാധിക്കുന്നത് നമ്മളുടെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ നമ്മളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ പണം കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ ശത്രുക്കളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരിക്കാം, ചിലപ്പോൾ ആരെങ്കിലും വശീകരിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. അങ്ങനെ പലതരത്തിൽ നമ്മൾ ഈശ്വരനെ ആരാധിക്കുന്നുണ്ട്. ഇതൊന്നും മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെ ഈശ്വരീയ ആരാധന തന്നെയാണ്. രാമദാസ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞ ചടങ്ങിന് ട്രഷറർ സുകുമാരൻ നായർ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ.